क्षणनन्दसूनो श्रीवासवत्स परितापसमित्रभानो श्रीवास ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ ധ്യാൻ ശ്രീനിവാസനെ ഈ പ്രൊഡ്യൂസർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നൊരു സീനുണ്ട് അജു വർഗീസിന്. അപ്പോൾ അതിലൊരു പറയുന്നുണ്ട്, സാർ ഇതാണ് ഞാൻ പറഞ്ഞ ഡയറക്ടർ. അപ്പോൾ ആൾ പറയും ഏത് പടം ചെയ്തു എന്ന് ചോദിക്കും. അപ്പോൾ ഇതുവരെ പടമൊന്നും ചെയ്തിട്ടില്ല പറയും. പിന്നെ എങ്ങനെ ഡയറക്ടറായി എന്ന് പറയും. സോ ഐ എം ആൻ ആസ്പയറിംഗ് ഫിലിം മേക്കർ. ഞാൻ സിജി ശിവൻ. അച്ഛനൊരു സൂപ്പർ സ്റ്റാർ ഫാനാണ്, അതിനെക്കാട്ടിലും വലിയ സിനിമ ഫാനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും, സിനിമ കാണിച്ചു തരും. പക്ഷേ തിയേറ്ററിൽ സിനിമ സ്ക്രീനിൽ കാണുന്നതിനേക്കാട്ടിലും കൂടുതൽ ആളുടെ ഫേസിൽ കാണാൻ പറ്റും. സ്ക്രീനിൽ ഒരാൾ ചിരിക്കുമ്പോൾ പുള്ളി ചിരിക്കുന്നു, അത് ഫേക്കാണ്, കാശ് കൊടുത്ത് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്നെല്ലാം മനസ്സിലായിട്ടും ആ നുണ വിശ്വസിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാവണം. ഞാൻ അങ്ങോട്ട് നോക്കി ആ വിഷ്വൽ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ പുള്ളിയുടെ ഫേസിലാണ് സിനിമ കണ്ടിരിക്കുന്നത്. സോ ആ ഒരു മാജിക്ക്, അതാണ് സിനിമയോട് ഫസ്റ്റ് അഫെക്ഷൻ തോന്നാനുള്ള എൻ്റെ ഫസ്റ്റ് റീസൺ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഓഡീഷന് പോയി. അപ്പോൾ അവർ ക്യാമറ ഓൺ ചെയ്ത് ഞാൻ മുമ്പിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്യാമറയുടെ ഓണാവുന്ന ആ ഒരു ലൈറ്റ് കത്തുണ്ടായില്ല. ഞാൻ അതെല്ലാം കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ അടുത്ത് വന്നു. ഞാനോട് പറഞ്ഞു, ഏട്ടാ എങ്ങനെയെങ്കിലും ഒരു ക്യാരക്ടർ പിറകിൽ നിന്നാൽ മതി, ഡയലോഗൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് പറയൂ എന്നുള്ള മൈൻഡ് ഞാൻ കിടന്ന് കെഞ്ചുകയാണ്. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടണം, കാരണം ഐ ലവ് ആക്ടിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം, നിന്നെ ആരും വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ നിന്നെ വിശ്വസിക്കുക. മറ്റൊരാളും ചാൻസ് തന്നില്ലെങ്കിൽ നീ നിനക്ക് ചാൻസ് കൊടുക്കുക. അങ്ങനെ ഞാൻ എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കമ്പ്യൂട്ടറില്ല, അന്ന് എഡിറ്റ് ചെയ്യാൻ നല്ലൊരു ഫോണുമില്ല, എഡിറ്റിങ്ങിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഞാൻ എൻ്റെ ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, രാത്രി പോകും. കാരണം രാവിലെ പോയിട്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 3 നേരത്തെ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടി വരും. കാരണം പോയി കഴിഞ്ഞാൽ ഒരു ചായ വീട്ടിൽ നിന്ന് തരും, ഉച്ചയ്ക്ക് ഭക്ഷണം തരും, വൈകിട്ടൊരു ചായ തരും. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ രാത്രി പോകും. രാത്രി മുഴുവൻ അവരെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്യും. രാവിലെ പുലർച്ചെ ആകുമ്പോൾ ഇല്ല വീട്ടിൽ നിന്ന് കോൾ വന്നു, വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വരും. അങ്ങനെ കൂട്ടുകാരുടെ വീട്ടിലിരുന്നിട്ട് ഒരു 12ഓളം ഫ്രണ്ട്സിൻ്റെ വീട്ടിലിരുന്ന് അവർ എഡിറ്റ് ചെയ്യുന്നത് കണ്ട് ഓക്കെ ഇതാണ് ടൂള് എന്ന് ഞാൻ പഠിച്ചു. ഞാൻ VFX പഠിച്ചു കഴിഞ്ഞ് നേരെ ചെന്നൈയിലേക്ക് പോയി. 1 വർഷം നിന്നു. പക്ഷെ അവിടെ പോയപ്പോഴൊക്കെ എനിക്ക് നേരെ തിരിച്ചു വരണം, എനിക്ക് സിനിമ എടുക്കണം എന്നുള്ളൊരു എനിക്ക് അഭിനയിക്കണം. വർക്കില്ല, ക്യാഷില്ല, ഒന്നുമില്ല, തലയിൽ ആഗ്രഹം മാത്രമുണ്ട്. ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ചേർത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. അതിൽ VFX ആഡ് ചെയ്യാൻ തുടങ്ങി. ചെറിയൊരു ഏണി എന്നൊരു പേരിലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി വർക്ക് ചെയ്യാൻ തുടങ്ങി. മീറ്റ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ സ്റ്റോളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ മൊത്തം കോഴികളാണ്, തറയിൽ മുഴുവൻ കോഴിക്കാട്ടം. അതിൽ ഞാൻ കിടന്നിട്ടാണ് ഷൂട്ട്. ഓക്കെ ഇതൊന്നും വീഡിയോയുടെ സ്ട്രഗിൾ പറയണമെന്ന് വിചാരിക്കും. നോട്ട് അറ്റ് ഓൾ. മേക്കിംഗ് ഈസ് എ വണ്ടർഫുൾ പ്രോസസ്സ്. നമ്മൾ ഓരോ ഫ്രെയിമും ഓരോ ഔട്ട്പുട്ടും നമ്മൾ ഇഷ്ടപ്പെടും. ഓരോ ഹൈലൈറ്റ്, ഓരോ ഷാഡോസ്, ഓരോ പെർഫോമൻസ് എല്ലാം നമ്മൾ ഇഷ്ടപ്പെടും. അതിൻ്റെ ഇടയിൽ മാജിക്കലായിട്ടുള്ള എന്തെങ്കിലും വിഷ്വൽസ് നടക്കും. ഭയങ്കര മനോഹരമായിട്ടുള്ള ആക്സിഡൻസ്, ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്സിഡൻസ് ഉണ്ടാവും. നമ്മളിതെല്ലാം എഡിറ്റ് ചെയ്യും, നമ്മളെ ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടും, അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് റീച്ച് ആവാതിരിക്കുന്നത്, അതാണ് ആക്ച്വൽ സ്ട്രഗിൾ. പക്ഷേ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരമാണെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് റൺ. നിങ്ങൾ ഓടുക തന്നെ വേണം. ഓവർ ദ ഫ്ലോയിൽ ഏതൊരു സിറ്റുവേഷൻ ആയാലും അതിൽ സർവൈവ് ചെയ്യാനുള്ളൊരു ഹുക്ക് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മുടെ നാച്ചറാണ്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നാളെ ലോകം കാണും.